ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പ്രൊജക്ടിന്റെ റിവ്യൂ ആണ്. അൺബോക്സിംഗ് കാര്യങ്ങളൊന്നുമില്ല, കാരണം ഇതിന്റെ അൺബോക്സിംഗ് ഓൾറെഡി 6 മാസം മുമ്പ് ചെയ്തതാണ്. പിന്നെ ജസ്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഈ ഒരു പ്രൊജക്ടറുടെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്തു പോകും. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ ഒരു പ്രൊജക്ടർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവും. ഏകദേശം 30,000 രൂപയാണ് ഈ ഒരു പ്രൊജക്ടറിന്റെ വില. പക്ഷെങ്കിൽ 6,000 രൂപയുടെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് 23,999 രൂപയ്ക്ക് ഈ പ്രൊജക്ടർ വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വാങ്ങാനുള്ള ഡിസ്കൗണ്ട് കൂപ്പൺ കോഡ് എവിടെ കിട്ടുമെന്നുള്ള കാര്യം വീഡിയോയുടെ അവസാനം പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഈ ഒരു പ്രൊജക്ടർ 6 മാസമായിട്ട് യൂസ് ചെയ്യുന്നു പറഞ്ഞല്ലോ. ഇപ്പൊ നിങ്ങളൊന്ന് നോക്കി, ഈ പ്രൊജക്ടറിൽ എന്തെങ്കിലും അഴുക്കോ ഏതെങ്കിലും രീതിയിൽ ഇത് ഉപയോഗിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ പ്രൊജക്ടർ ഇരിക്കുന്നത്. ഇതിന് പുറം ഇരിക്കുന്ന പോലെ തന്നെയാണ് ഇതിന്റെ അകവും അത്ര നീറ്റ് ആയിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷീൽഡ് ഷെൽ ഡസ്റ്റ് പ്രൂഫ് ഡിസൈൻ ആണ് ഇതിന് വന്നിട്ടുള്ളത്. അതായത് ഇതിനകത്തുള്ള ഒപ്റ്റിക്കൽ കമ്പോണൻസിന് ഒന്നും തന്നെ ഡസ്റ്റ് കാരണമുള്ള ഒരു ഡാമേജും ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, പ്രൊജക്ടറിന്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡസ്റ്റ് ആണ്. ഡസ്റ്റ് ഇതിനകത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് പ്രൊജക്ടറിന്റെ ബ്രൈറ്റ്നസ്സും ക്വാളിറ്റിയും ഒക്കെ തന്നെ കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും. അത് അതിന്റെ കാരണം മെയിൻ ആയിട്ടുള്ളത് ഡസ്റ്റ് പ്രൊജക്ടറിനുള്ളിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഒരു ഡസ്റ്റ് പ്രൂഫ് ഡിസൈനിലുള്ള പ്രൊജക്ടർ ആണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു പ്രയോജനം, ഡസ്റ്റ് അകത്ത് പോയിട്ട് പെട്ടെന്ന് പ്രൊജക്ടർ സർവീസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ പ്രൊജക്ടറിന്റെ ക്വാളിറ്റി കുറയുകയോ പിക്ചർ ക്ലാരിറ്റി കുറയുകയോ ഒന്നും ചെയ്യത്തില്ല. ഇത് അൺബോക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയ സമയത്തുള്ള പിക്ചർ ക്വാളിറ്റി ഇപ്പോഴും ഈ ഒരു പ്രൊജക്ടറിൽ ലഭിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇതിൽ മിനി LED ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് സാധാരണ ട്രഡീഷണൽ പ്രൊജക്ടറുകളിലൊക്കെ ഒരു സിംഗിൾ LED ലൈറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് ഒരു സിംഗിൾ LED സെന്ററിലേക്ക് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ എഡ്ജിലേക്ക് അത് സ്പ്രെഡ് ചെയ്താണ് പോകുന്നത്. പക്ഷേ ഇതിൽ 25-ലധികം മിനി LEDs യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈവൻ ആയിട്ട് സ്ക്രീനിന്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ ബ്രൈറ്റ്നസ് കിട്ടും. സിംഗിൾ LED പ്രൊജക്ടർ ആണെന്നുണ്ടെങ്കിൽ എഡ്ജസിലേക്കൊക്കെ പോകുന്നതുകൊണ്ട് ബ്രൈറ്റ്നസ് ഈവൻ ആയിരിക്കത്തില്ല. സെന്ററിൽ ചിലപ്പോൾ ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കാം, എഡ്ജസിലൊക്കെ ബ്രൈറ്റ്നസ് കുറവായിരിക്കും. പക്ഷേ ഈ ഒരു പ്രൊജക്ടറിൽ മൾട്ടിപ്പിൾ LEDs യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രൈറ്റ്നസ് എല്ലാ ഭാഗങ്ങളിലും സ്ക്രീനിന്റെ ഒരേപോലെ തന്നെ ഫീൽ ചെയ്യും. ഇതിന്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ബ്രൈറ്റ്നസ് കിട്ടും, അക്യുറേറ്റ് കളർ പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും, പിന്നെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നമുക്ക് ഈ പ്രൊജക്ടർ സ്ക്രീനിൽ നിന്ന് ലഭിക്കുന്നതാണ്. അടുത്ത ഇതിന്റെ ബ്രൈറ്റ്നസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 22,000 ലൂമൻസ് ആണ് ഇതിന്റെ ബ്രൈറ്റ്നസ് വരുന്നത്. റിയൽ ബ്രൈറ്റ്നസ് അൻസി ലൂമൻ വരുന്നത് 2100 ആണ്. അതായത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ആ ഒരു ബ്രൈറ്റ്നസ് 2100 ആണ്. അപ്പം ബ്രൈറ്റ്നസിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു പ്രൊജക്ടർ ആണിത്. നമ്മൾ റൂമിൽ ലൈറ്റ് ഇട്ടുകൊണ്ടാണ് ഈ പ്രൊജക്ടർ കാണുന്നതെന്നുണ്ടെങ്കിലും സ്ക്രീനിലെ കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല സെറ്റിംഗ്സിൽ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാനും പറ്റും. നമുക്ക് മാക്സിമം 10 ബ്രൈറ്റ്നസ് വരെ ഇതിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ 10 ബ്രൈറ്റ്നസ്സിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഭയങ്കര ബ്രൈറ്റ്നസ് ആണ്. നമുക്ക് അതിന്റെ ആവശ്യം സത്യത്തിൽ ഈ ഒരു പ്രൊജക്ടറിൽ വരുന്നില്ല. നിങ്ങൾ അത്ര ഓപ്പൺ ഏരിയയിലേക്കാണ് ഈ പ്രൊജക്ടർ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം ബ്രൈറ്റ്നസ്സിലേക്ക് പോകാം. അല്ലാതെ നമ്മൾ റൂമിനകത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ സെറ്റപ്പിലാണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 4-5 ബ്രൈറ്റ്നസ്സിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ബ്രൈറ്റ്നസ് ഇതിൽ കിട്ടും. അതേപോലെ തന്നെ ബ്രൈറ്റ്നസ് കൂടുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, കോൺട്രാസ്റ്റ് റേഷ്യോ എത്രയാണെന്ന് നോക്കണം. ഇതിന്റെ 11,000:1 ആണ് കോൺട്രാസ്റ്റ് റേഷ്യോ. മൂവീസ് ഒക്കെ കാണുമ്പോൾ ഡാർക്ക് സീൻസ് ഒക്കെ വരുമ്പോൾ നല്ല ഡീറ്റെയിലിംഗ് ഇതിലൂടെ കിട്ടും. ഇതിൽ LTPS IPS LCD ഡിസ്പ്ലേ പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ നമുക്ക് ബെറ്റർ കളർ അക്യുറസിയോ അതേപോലെ വൈഡ് ആംഗിളിലുള്ള ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് ലഭിക്കുന്നതാണ്. ഇനി വീഡിയോ സപ്പോർട്ട് ഫോർമാറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4K ഇൻപുട്ട് 60 Hz വരെ കിട്ടും. HDR10 സപ്പോർട്ടഡ് ആണ്. അതിനോടൊപ്പം തന്നെ HLG സപ്പോർട്ടഡ് ആണ്. പ്ലേ സ്റ്റേഷനും എക്സ്ബോക്സും അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. ഇതിൽ പിക്ചർ ക്വാളിറ്റി മോഷൻ ബ്ലർ ഒന്നും ഒട്ടും തന്നെ കാണത്തില്ല. ഗെയിമിംഗിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഈ ഒരു പ്രൊജക്ടർ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇതിന്റെ നേറ്റീവ് റെസൊല്യൂഷൻ വരുന്നത് 1080p ആണ്. അതായത് ഇതൊരു ഫുൾ HD പ്രൊജക്ടർ ആണ്. ഇതൊരു 4K പ്രൊജക്ടർ അല്ല. പക്ഷേ നമുക്ക് 4K ഫയലുകളും ഇതിൽ 60 Hz സപ്പോർട്ട് ചെയ്യും. അത് നമുക്ക് പ്ലേ ചെയ്ത് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ Android 12 ആണ് വരുന്നത്. 3GB RAM ഉണ്ട്, 32GB സ്റ്റോറേജും വരുന്നുണ്ട്. ഹൈ സിലിക്കോൺ ക്വാഡ് കോർ പ്രോസസറും Mali G52 GPU ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇതിൽ നിന്ന് കിട്ടും. നമ്മളിത് യൂസ് ചെയ്ത സമയത്തൊന്നും തന്നെ ഒരു ആപ്പിൽ നിന്ന് അടുത്ത ആപ്പിലേക്ക് പോകുന്ന സമയത്ത് ലാഗ് ആവുകയോ അല്ലെങ്കിൽ സ്ട്രക്ക് ആവുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു പ്രൊജക്ടറിൽ ഈ ഒരു 6 മാസം യൂസ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയിട്ടില്ല. 2 HDMI പോർട്സ് വരുന്നുണ്ട്. ഒരെണ്ണം ARC സപ്പോർട്ടഡ് ആണ്. ഒരു HDMI പോർട്ടിൽ CEC സപ്പോർട്ടഡ് ആണ്. അതായത് കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസുകൾ നമുക്ക് പ്രൊജക്ടറിന്റെ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. ഒപ്പം 2 USB പോർട്ട് വരുന്നുണ്ട്. പെൻഡ്രൈവ് ഒക്കെ ഡയറക്റ്റ് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മൂവീസോ കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്ത് കാണാനായിട്ട് സാധിക്കും. ഫുള്ളായിട്ട് തോന്നിയ ഒരു ഫീച്ചർ ആണ്. ഇതിലെ ഓട്ടോ ഫോക്കസിംഗ്, ഓട്ടോ കീസ്റ്റോൺ, ഓട്ടോ ഒബ്സ്റ്റക്കിൾ ഡിറ്റക്ഷൻ. ഇതിൽ ഓട്ടോ ഫോക്കസിംഗ് നമ്മൾ പെർഫെക്റ്റ് ആണ്. അത് കൂടുതൽ അതിനെക്കുറിച്ച് പറയാനേ ഇല്ല. കാരണം നമ്മൾ ഇതെവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിമോട്ടുമായിട്ട് ഇതിന്റെ പുറകെ പോയിട്ട് ഫോക്കസിംഗ് ചെയ്യേണ്ട ഒരു കാര്യം ഇതിൽ ഇതുവരെ ഈ പ്രൊജക്ടറിൽ വന്നിട്ടില്ല. അതേപോലെ ഓട്ടോ കീസ്റ്റോണും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ആ 2 കാര്യങ്ങൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. മിക്ക പ്രൊജക്ടറിലും ഉള്ള ഫീച്ചർ ആണെങ്കിൽ പോലും വില കുറവുള്ള പ്രൊജക്ടറുകളിലൊന്നും തന്നെ ഈ ഒരു ഫീച്ചർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല. ഈ പ്രൊജക്ടറിൽ പക്ഷേ പ്രോപ്പറായിട്ട് വർക്ക്
വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പല റൂമുകളിൽ പലയിടങ്ങളിലായിട്ടൊക്കെ കൊണ്ടുവച്ചിട്ടാണ് ഈ പ്രൊജക്ടർ പലപ്പോഴും വർക്ക് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ എവിടെ വെച്ചെന്ന് പറഞ്ഞാലും ഈ സാധനം കൊണ്ടുവച്ചാൽ മാത്രം മതി ഈ ഓട്ടോ കീ സ്റ്റോൺ പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ആവും. അപ്പോൾ അതിന്റെ പുറകെ നടന്നിട്ട് വെറുതെ സമയം കളയേണ്ട ഒരു സാഹചര്യം ഈ ഒരു പ്രൊജക്ടറിൽ വന്നിട്ടില്ല. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇതിൽ കാണാൻ പറ്റിയത് ഇതിന്റെ ലെൻസ് റോൾ ബാക്ക് സിസ്റ്റം ആണ്. നമ്മളിത് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന്റെ ലെൻസ് അകത്തേക്ക് പോകും. അതായത് അതിന്റെ ഒരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഡസ്റ്റ് ഒന്നും ലെൻസിലേക്ക് പോകത്തില്ല. അതേപോലെ തന്നെ ആക്സിഡന്റൽ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല. ഇത് ലെൻസ് വെളിയിലോട്ട് തള്ളിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാതെ സ്ക്രാച്ച് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് ലെൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്തോട്ട് തന്നെ പൊക്കോളും. അപ്പോൾ ആ ഒരു കാര്യവും വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ നമ്മൾ സാധാരണ വാങ്ങുന്ന പല പ്രൊജക്ടുകളിലും പിക്ചർ ക്വാളിറ്റി കൊള്ളാവുന്നുണ്ടെങ്കിൽ സൗണ്ട് ക്വാളിറ്റി കൊള്ളത്തില്ല, സൗണ്ട് ക്വാളിറ്റി കൊള്ളാവുന്നുണ്ടെങ്കിൽ പിക്ചർ ക്വാളിറ്റി കൊള്ളത്തില്ല. ഈ പ്രൊജക്ടറിലേക്ക് വരുമ്പോൾ ഇത് രണ്ടും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതെ കൊച്ചി മുതലാളിയാ ചെമ്മീൻ ഇറങ്ങിട്ട് 50 രൂപ പാട്ടിയിലും എന്താ എന്റെ പേര്? എന്റെ പേര് പൈലിയ വട്ടക്കുഴി. Too bad. മാറ്റാം. ഇന്ന് മുതൽ ഡ്രാഗൺ പൈലി മതി. How's that boys? Nice. Yeah. ഇതിൽ 10 വാട്ട്സിന്റെ ഹാർമോണൈസ്ഡ് ബിൽഡിൻ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. നല്ല അടിപൊളി സൗണ്ട് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. വലിയ ബേസ് ഒന്നും ഇല്ലെങ്കിലും നല്ല ലൗഡ്നെസ് ഉണ്ട്, നല്ല ക്ലാരിറ്റിയും ഉണ്ട്. ഇന്നലെ ഞാൻ ഇതിലൊരു മൂവി കണ്ടു, ഏതായിരുന്നു മാഡ് മാക്സ് എന്ന് പറയുന്ന മൂവി. നല്ല ലൗഡ്നെസ്സിൽ നല്ല ക്ലാരിറ്റിയിൽ തന്നെ ഇൻബിൽഡ് സ്പീക്കറിലാണ് ഞാൻ ആ മൂവി ഫുൾ വാച്ച് ചെയ്തത്. ഇനി നിങ്ങൾക്ക് ബിഗ് സ്ക്രീനിൽ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു സൗണ്ട് ബാർ ഇതിൽ കണക്ട് ചെയ്താൽ മതി. അടുത്തായിട്ട് ഇതിന്റെ സ്ക്രീൻ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് 300 ഇഞ്ചസ് വരെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 120 to 200 ഇടയ്ക്കൊക്കെ ആയിരിക്കും സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 150 ഇഞ്ചസ് വരെയൊക്കെയുള്ള സ്ക്രീനിലാണ് ഞാൻ ഇത് പ്ലേ ചെയ്തത്. നല്ല പക്ക ക്ലാരിറ്റി തന്നെ ഇതിൽ കിട്ടുന്നുണ്ട്. അത്രയ്ക്ക് പിക്ചർ ക്വാളിറ്റി ആ ഒരു സ്ക്രീൻ സൈസിലൊക്കെ വരുന്നുണ്ട്. ഇനി നിങ്ങൾ 200 ഇഞ്ചസിന്റെ മുകളിലേക്ക് വെച്ചെന്ന് പറഞ്ഞാലും നല്ല പിക്ചർ ക്വാളിറ്റിയും കളർ അക്യുറസിയും ഷാർപ്നെസ്സും ഒക്കെ ഈ പ്രൊജക്ടറിൽ ലഭിക്കുന്നതാണ്. ഇനി ഇതിന്റെ വാറന്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 ഇയർ വാറന്റിയിലാണ് ഈ ഒരു പ്രൊജക്ടർ വരുന്നത്. ഹോം പിക്കപ്പ് ആണ് ഇതിന്റെ വാറന്റി സർവീസ്. എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ വീട്ടിൽ വന്ന് ഈ സാധനം എടുത്തിട്ട് പോയി ശരിയാക്കി തിരിച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുതരും. ഇനി വാറന്റിക്ക് ശേഷവും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സർവീസിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊജക്ടർ ഇപ്പം ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ചെക്ക് ചെയ്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 30,000 രൂപയാണ് ഇതിന്റെ വില. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഒരു കൂപ്പൺ കോഡ് കൊടുത്തിട്ടുണ്ട്, സ്ക്രീനിലും കൊടുത്തേക്കാം. ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6,000 രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടും. അതായത് 23,999 രൂപയ്ക്ക് ഈ ഒരു പ്രൊജക്ടർ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓവറോൾ ഈ ഒരു പ്രൊജക്ടർ യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് എന്നോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഈ ഒരു പ്രൊജക്ടർ ഒരു നല്ല ഓപ്ഷൻ ആണ്. നല്ല പിക്ചർ ക്വാളിറ്റിയും നല്ല സൗണ്ട് ക്വാളിറ്റിയും നല്ല ബ്രൈറ്റ്നസും ഒക്കെ ഈ ഒരു പ്രൊജക്ടറിൽ കിട്ടുന്നുണ്ട്. ഞാൻ ഈ പ്രൊജക്ടർ എല്ലാ രീതിയിലും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്ത് ഫുൾ ഡാർക്ക് റൂമിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എല്ലാ ലൈറ്റുകളും ഓൺ ചെയ്ത് കർട്ടനും ഒക്കെ ഓപ്പൺ ആക്കി ഇട്ടിട്ടും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ പോലും നല്ല രീതിയിലുള്ള ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു പ്രൊജക്ടറിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു മൂവീസോ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മളൊരു ഡാർക്ക് റൂം തന്നെ ആയിരിക്കുമല്ലോ പ്രൊജക്ടറിന് വേണ്ടി പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഒരു ഡിം ലൈറ്റ് അതിലുണ്ടെങ്കിൽ പോലും ഒരു രീതിയിലുള്ള ഇഷ്യൂസും ഉണ്ടാകത്തില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് പിക്ചർ ക്വാളിറ്റി ഈ ഒരു പ്രൊജക്ടറിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രൊജക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ ഒരുപാട് പേര് ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എൻക്വയറീസ് ചെയ്യുന്നുണ്ട്. എനിക്ക് പേഴ്സണലി പല മെസ്സേജുകൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഈ പ്രൊജക്ടർ എങ്ങനെ ഉണ്ട്, ഇതിന്റെ കൂടെ മറ്റ് പല ബ്രാൻഡുകളുടെ പ്രൊജക്ടർ കമ്പയർ ചെയ്തുകൊണ്ട് ഒന്ന് പറയാമെന്നൊക്കെ ചോദിച്ചിട്ട് പലരും മെസ്സേജ് അയക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ അൺബോക്സിംഗ് വീഡിയോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ നിങ്ങൾ കണ്ടുപോകുക. കൂടുതൽ ഇതിന്റെ സ്പെസിഫിക്കേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.